ബംഗാൾ ഉൾക്കടലിന്റെ ആഴങ്ങളിൽ നിന്ന് വീണ്ടും കേൾക്കുന്നത് ലോകത്തെ നടുക്കുന്ന വിലാപങ്ങളാണ്. അതിജീവനത്തിനായി പ്രാണനും കയ്യിൽ പിടിച്ച് കടലിലിറങ്ങിയ 500ഓളം റോഹിംഗ്യൻ അഭയാർത്ഥികൾ ബോട്ടുകൾ മറിഞ്ഞ് മരണപ്പെട്ടതായി അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെയാണ് ലോകത്തോട് പറഞ്ഞിരിക്കുന്നത്. ദുരന്തം സംഭവിച്ചിട്ട് ഒരു ദിവസം പിന്നിടുന്നു. ഇതുവരെയും കൃത്യമായ കണക്കുകൾ പുറത്തു വന്നിട്ടില്ല എന്നതാണ് ലോകം റോഹിംഗ്യരെ എങ്ങനെ പരിഗണിക്കുന്നു എന്നതിന്റെ തെളിവാകുന്നത്. ജൂൺ അവസാനത്തോടെ മ്യാൻമാറിൽ നിന്ന് പുറപ്പെട്ട 2 ബോട്ടുകളാണ് ഇത്തരത്തിൽ ദുരന്തത്തിൽപ്പെട്ടത്. കേവലം ഒരു വാർത്ത എന്നതിനപ്പുറം ഈ മനുഷ്യർ കടന്നു പോകുന്ന ദുരിതങ്ങളുടെ ആഴം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ റോഹിംഗ്യകൾ? മ്യാൻമാറിലെ റാഖൈൻ പ്രവിശ്യയിൽ തലമുറകളായി ജീവിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്ന ഒരു ജനവിഭാഗമാണ് റോഹിംഗ്യകൾ. മ്യാൻമാറിലെ ബുദ്ധമത ഭൂരിപക്ഷ ഭരണകൂടം ഇവർക്ക് പൗരത്വമോ അടിസ്ഥാന മനുഷ്യാവകാശങ്ങളോ നൽകാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല. സ്വന്തം മണ്ണിൽ പൗരത്വമില്ലാത്തവരായി ജീവിക്കേണ്ടി വന്ന ഇവർ കാലങ്ങളായി ക്രൂരമായ സൈനിക അതിക്രമങ്ങൾക്കും വംശഹത്യകൾക്കും ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. പ്രക്ഷുബ്ധമായ കടലിലൂടെയുള്ള യാത്രയിൽ മരണം ഉറപ്പാണെന്നറിഞ്ഞിട്ടും ഇവർ ബോട്ടിൽ കയറുന്നത് എന്തുകൊണ്ടാണ്? ആ തെരഞ്ഞെടുപ്പ് എത്രത്തോളം ദയനീയമാണെന്ന് നോക്കുക. ഒന്നാമത്തേത്, അഭയാർത്ഥി ക്യാമ്പുകളിലെ നരകം തന്നെയാണ് ഇതിന് പ്രേരിപ്പിക്കുന്നത്. മ്യാൻമാറിലെ സൈന്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അയൽരാജ്യമായ ബംഗ്ലാദേശിലെ ക്യാമ്പുകളിലെത്തിയ ഇവർക്ക് അവിടെയും സമാധാനമില്ല. ഈ ക്യാമ്പുകളിൽ അന്താരാഷ്ട്ര ഏജൻസികൾ ഭക്ഷ്യസഹായം വെട്ടിക്കുറച്ചതോടെ കടുത്ത പട്ടിണിയിലാണ് ഇവർ ജീവിക്കുന്നത്. രണ്ടാമത്തേത്, സൈനിക അതിക്രമങ്ങളാണ്. സ്വന്തം നാട്ടിൽ തുടർന്നാൽ സൈന്യത്തിന്റെ തോക്കിൻ മുനയിൽ ക്രൂരമായി കൊല ചെയ്യപ്പെടും. മൂന്നാമത്തേത്, ഒരു പ്രതീക്ഷയുമില്ലാത്ത ഭാവിയാണ്. 2025 മാത്രം 6500ഓളം റോഹിംഗ്യകളാണ് കടൽ മാർഗം പലായനം ചെയ്തത്. ഇതിൽ 900-ലധികം പേർ കടലിൽ പൊലിഞ്ഞുപോയി. ജീവിക്കാൻ മറ്റൊരു വഴിയുമില്ലാതെ വരുമ്പോഴാണ് മനുഷ്യൻ മരണത്തിലേക്ക് തുഴഞ്ഞു പോകുന്നത്. കണക്കുകളിലെ കേവലം അക്കങ്ങൾ മാത്രമല്ല, ഈ 500 മനുഷ്യർ, അവർക്കും നമ്മളെപ്പോലെ സ്വപ്നങ്ങളും ജീവിക്കാൻ ആഗ്രഹവും ഉണ്ടായിരുന്നു. അന്താരാഷ്ട്ര സമൂഹം ഇനിയെങ്കിലും റോഹിംഗ്യൻ ജനതയ്ക്ക് നേരെ കണ്ണു തുറക്കുമോ? അവർക്ക് അർഹമായ മനുഷ്യത്വപരമായ സംരക്ഷണവും നീതിയും ഉറപ്പാക്കാൻ നമ്മൾ എപ്പോഴാണ് തയ്യാറാവുക?